ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ ഡെറിവേറ്റീവ്സ് ഉണ്ട്, കമോഡിറ്റി മാർക്കറ്റ്സ് ഉണ്ട്, കറൻസി മാർക്കറ്റ് ഉണ്ട്. സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മ്യൂച്വൽ ഫണ്ട്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട്സ് വേറെ ഒന്നുമില്ല, മ്യൂച്വൽ ഫണ്ട് ഈസ് എ പൂൾ ഓഫ് മണിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം കുറച്ച് പൈസ നമ്മൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഫണ്ട് മാനേജർ എന്ത് ചെയ്യും? ആ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് അവർ സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഈ ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യും? ഓൺ ബിഹാഫ് ഓഫ് നമുക്ക് പകരം എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? നമ്മുടെ നിന്നെല്ലാം പൈസ വാങ്ങിച്ചിട്ട് അവർ ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് അവരെന്ത് ചെയ്യും? അവർ ഈ പല സ്റ്റോക്കിലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. വേറെ ഒന്നുമില്ല, നമുക്കറിയാൻ പറ്റുള്ളൂ, ഒരു മുട്ട തന്നെ നമ്മൾ എല്ലാം കൂടി ഒരു ബാസ്ക്കറ്റിൽ ഇട്ടാൽ പൊട്ടി പോകും. അപ്പോൾ എന്താണ്, പല ബാസ്ക്കറ്റിലായിട്ട് അവർ പല സെക്ടേഴ്സിലായിട്ട് അവർ മ്യൂച്വൽ ഫണ്ട്സിൽ ഈ പറഞ്ഞ AMC അസറ്റ് മാനേജ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 100 rupees വരെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ്, അതായത് SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. SIP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് SIP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലൊന്നും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൾക്കായിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1000 rupees, 1 lakh rupees, 5 lakhs rupees, എത്ര വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എല്ലാ മാസവും ഒരു 5-ാം തീയതി അല്ലെങ്കിൽ ഒരു 10-ാം തീയതി അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് നമുക്ക് നേരത്തെ കൊടുക്കാൻ പറ്റും. ആ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ SB അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ആ ഫണ്ട് എടുത്ത് പൊക്കോളും. കാരണം ഇതൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ സാധാരണ SB അക്കൗണ്ട് കൊണ്ടിട്ട് എല്ലാവരും പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കറിയാൻ പറ്റും ആസ് പെർ ഇൻഫ്ലേഷൻ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും. ഹാർഡ്ലി ഒരു 7% നമുക്ക് റിട്ടേൺ കിട്ടും. പക്ഷേ മ്യൂച്വൽ ഫണ്ട് വെച്ചാൽ നമുക്ക് കോമ്പൗണ്ടിങ് ആണ്, പവർ ഓഫ് കോമ്പൗണ്ടിങ്. കാരണം എല്ലാ മാസവും നമ്മൾ മ്യൂച്വൽ ഫണ്ട് വെച്ചാൽ നമുക്ക് ലോങ് ടൈമിലേക്കാണ്. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.